നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സമചിത്തത നഷ്ടപ്പെട്ടുവെന്ന് പിണറായി വിജയൻ. ഉപരോധ സമരത്തെ നേരിടാൻ പട്ടാളത്തെ കൊണ്ടുവരുന്നത് സർക്കാരിന് നാണക്കേടെന്ന് PC ജോർജ്. സഹകരണ മേഖലയെ തകർക്കുവാനായി ബെക്ഷി കമ്മീഷൻ റിപ്പോർട്ട്. നബാർഡിന്റെ നിർദ്ദേശത്തിന് പിന്നിൽ കോർപ്പറേറ്റുകൾ. റാന്നിയുടെ കാർഷിക മേഖലയെപ്പറ്റി വിശകലനം ചെയ്യുന്നു റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന വാർത്താ പരമ്പര. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സമചിത്തത നഷ്ടപ്പെട്ടുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ബാബറി മസ്ജിദ് പൊളിച്ച സംഭവവും ഉപരോധ സമരവും തമ്മിൽ താരതമ്യം ചെയ്ത് പ്രസ്താവന ഇറക്കിയ തിരുവഞ്ചൂരിന് ചികിത്സ ആവശ്യമാണെന്നും പിണറായി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതു വിധേനയും തങ്ങൾ എത്തുമെന്നും തികച്ചും സമാധാനപരമായ സമരമാണ് തങ്ങൾ നടത്തുകയെന്നും പിണറായി പറഞ്ഞു. പ്രക്ഷോഭവുമായി ശക്തമായി മുന്നോട്ടു പോകും. ഏകാധിപത്യ രാജ്യങ്ങളിലാണ് ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥയുള്ളത്. പണ്ടും കേരളത്തിൽ കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾക്ക് പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും എല്ലാ പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രസ്താവന കാണിക്കുന്നത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതിന് തെളിവാണെന്നും പിണറായി പറഞ്ഞു. എന്ന കുബുദ്ധി പ്രവർത്തിച്ചാൽ അത് സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. അത് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മനസ്സിലാക്കിക്കൊള്ളണം. വിരട്ടലൊന്നും ഞങ്ങളെ നേരെ വേണ്ട കേട്ടോ. ആ വിരട്ടൽ കൊണ്ടൊന്നും ഞങ്ങൾ ഇതെല്ലാം അടക്കി അവസാനിപ്പിച്ച് കളയുന്നവരല്ല. ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമരമുറയിൽ തന്നെ ഞങ്ങൾ നിൽക്കും. LDF സമാധാനപരമായി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭത്തെ നിയമവിരുദ്ധമായി നേരിടാൻ ശ്രമിച്ചാൽ അതിന് ഭാവിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കേരളത്തിൽ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന പ്രക്ഷോഭത്തെ കേന്ദ്രസേനയെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ അടിച്ചമർത്താമെന്നും വിരട്ടാമെന്നും ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും കരുതണ്ടായെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രിയെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാതിരിക്കാനാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. സാധാരണ നിയമവും നീതിയും ജനാധിപത്യ മര്യാദകളും മറന്നുകൊണ്ട് അതിനെതിരെ ആരെങ്കിലും നടപടിയെടുക്കാൻ പുറപ്പെട്ടാൽ അവര് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. ഉറപ്പാണ്. ആ സമാധാനപരമായ സമരം നടത്താൻ സമരത്തിന് വരുന്നവരെ അനുവദിച്ചാൽ നല്ല കാര്യം. അതല്ലെന്നാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, വിനാശകാലേ വിപരീത ബുദ്ധി. ഉപരോധ സമരം നേരിടാൻ പട്ടാളത്തെ കൊണ്ടുവരുന്നത് നാണക്കേടാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് സമരക്കാർ ശ്രമിക്കുന്നതെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. പട്ടാളത്തെ കൊണ്ടുവരാൻ ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലെന്നും PC ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഷാഫി മേത്തറുടെ സാമ്പത്തിക ഇടപാടുകളും CBI അന്വേഷിക്കണം. ഇത് CBI അന്വേഷിച്ചില്ലെങ്കിൽ താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. ഒരു ജനകീയ പ്രക്ഷോഭണം എന്ന് പറയുമ്പോൾ UDF ആകട്ടെ LDF ആകട്ടെ ഏത് കക്ഷിക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കാൻ പാടില്ല. ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കാനും പാടില്ല. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. നബാർഡിന്റെ സഹകരണ വിരുദ്ധ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബെക്ഷി കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ ശുപാർശ ചെയ്യുന്ന സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ രംഗത്തു വന്നു. സഹകരണ ബാങ്കുകളുടെ തകർച്ചയായിരിക്കും ഇതുമൂലം സംഭവിക്കുകയെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പ്രാഥമിക സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിനു വേണ്ടി ബെക്ഷി കമ്മീഷൻ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നബാർഡ് പുറത്തിറക്കിയ സഹകരണ വിരുദ്ധ സർക്കുലർ പിൻവലിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സർക്കുലർ പിൻവലിക്കണമെന്ന് ഇതിനോടകം കോഓപ്പറേറ്റീവ് സർക്കിൾ യൂണിയനും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATUവും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. യൂണിയന്റെ റാന്നി താലൂക്ക് സെക്രട്ടറി സദാശിവൻ ഈ വിഷയത്തിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചു.
ഇങ്ങനൊരു കമ്മിറ്റി, ബെക്ഷി കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് കേരളത്തിലെ 2 ടയർ സിസ്റ്റം സഹകരണ മേഖലയിൽ 3 ടയർ സിസ്റ്റം സഹകരണ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഈ പ്രകാശ് ബെക്ഷി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 ടയർ സിസ്റ്റം നടപ്പിലാക്കാൻ പോകും. അതുകൊണ്ട് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വായ്പകൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നബാർഡിൽ നിന്ന് റീഫൈനാൻസ് കിട്ടിയില്ലെങ്കിൽ പോലും കേരളത്തിലെ ക്രെഡിറ്റ് സംഘങ്ങളാണ്, പ്രാഥമിക സഹകരണ സംഘങ്ങളാണ്. ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഇത് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഒരു നോഡൽ ഏജൻസി അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മീഷൻ ഏജൻസി കറസ്പോണ്ടന്റ്, ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന തരത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ശരി തന്നെ ഇതിലെ മെമ്പർമാരെ ജില്ലാ സഹകരണ ബാങ്കിലേക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യം വരും. 1. 2, റീഫൈനാൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇപ്പം സഹകരണ മേഖലയിൽ ക്രെഡിറ്റ് സംഘങ്ങളാണ് വായ്പകൾ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാധാരണ ഈ പ്രൈമറി കോപ്പറേറ്റീവ് സംഘങ്ങൾക്കാണ്. എന്നാൽ നേരെ മറിച്ച് ഇത്തരം ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൈമറി സംഘങ്ങളിലെ ആളുകൾക്ക് കാർഷിക വായ്പ കൊടുക്കാനോ കാർഷികേതര വായ്പ കൊടുക്കാനോ കഴിയാത്തൊരു സാഹചര്യം വരികയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെ അനുമതിയോടുകൂടി മാത്രം വായ്പ കൊടുക്കുകയും ആ വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കാൻ സഹകരണ സംഘങ്ങൾ ബാധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അപ്പം സഹകരണ മേഖല എന്തിനു വേണ്ടിയാണോ മുൻപ് രൂപപ്പെട്ടിട്ടുള്ളത് അതിനെതിരെയുള്ള ഒരു ആക്ഷനായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനമായിരിക്കാം വരുന്നത്. സഹകരണ മേഖലയെ തകർക്കുന്ന നബാർഡിന്റെ സർക്കുലർ പിൻവലിക്കണമെന്ന് കോഓപ്പറേറ്റീവ് സർക്കിൾ റാന്നി താലൂക്ക് കമ്മിറ്റി അംഗവും അയിരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വി പ്രസാദ് ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ തന്നെ വരികയുണ്ടായി. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ബാങ്കിംഗ് പ്രവർത്തനം അവസാനിപ്പിക്കുകയും ബാങ്കിംഗ് മേഖലയിലൂടെ സമാഹരിക്കപ്പെട്ട അതിൻ്റെ ഡിപ്പോസിറ്റ്, വായ്പ, മറ്റ് ആസ്തികൾ ഇവയൊക്കെ തന്നെ ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റുകയും ചെയ്യണം. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഒരു ഫെസിലിറ്റേഷൻ കൗണ്ടർ എന്ന രൂപത്തിൽ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം എന്നാണ്. കാർഷിക വായ്പാ വിതരണം ത്വരിതപ്പെടുത്തുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് നിയോഗിച്ചതാണ് ബെക്ഷി കമ്മീഷനെ. എന്നാൽ കമ്മീഷന്റെ ശുപാർശകളിൽ കേരളത്തിൽ ശക്തമായ അടിത്തറയുള്ള സഹകരണ മേഖലയുടെ സർവനാശത്തിലേക്കുള്ള മാർഗങ്ങളാണ് അധികവും പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ആക്ഷേപമുണ്ട്. നിക്ഷേപ വായ്പാ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജില്ലാ ബാങ്കുകളുടെ ഏജന്റായി പ്രവർത്തിക്കണമെന്നും കോടിക്കണക്കിന് വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ ഇനി മുതൽ ജില്ലാ ബാങ്കിലെ അംഗങ്ങളാക്കണമെന്നുള്ളതാണ് കമ്മീഷന്റെ ശുപാർശകളിൽ മുഖ്യമായി പറയുന്നത്. ഈ റിപ്പോർട്ടിനെ നടപ്പിലാക്കാനാണ് നബാർഡ് പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ശുപാർശകൾ നടപ്പിലാക്കരുതെന്ന് സഹകരണ വകുപ്പ് രജിസ്ട്രാർ നിർദ്ദേശിച്ചിട്ടുണ്ട് താനും. എന്നാൽ നബാർഡാകട്ടെ അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഭരണാധികാരികളും റിസർവ് ബാങ്കും സ്വകാര്യ പണമിടപാട് ലോബികളും സംയുക്തമായി നടത്തുന്ന ഈ നീക്കത്തെ കേരളത്തിലെ സഹകാരികളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നവരുടെയും സഹകരണ മേഖലയിലെ മറ്റ് സംഘടനകളുടെയും സഹകരണത്തോടെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പരയിൽ റാന്നിയുടെ കാർഷിക മേഖലകളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റിട്ടയർഡ് അധ്യാപകനും നല്ലൊരു കൃഷിക്കാരനും കൂടിയായ റാന്നി വൈക്കം കൈപ്പുഴ വീട്ടിൽ കെ രാജൻ, രാജു എബ്രഹാം MLA എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പരയിൽ ഇന്ന് റാന്നിയുടെ കാർഷിക മേഖലകളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റാന്നിക്ക് ഒരു കാലത്ത് തനതായ കാർഷിക സംസ്കൃതി തന്നെ ഉണ്ടായിരുന്നു. കാർഷിക വൃത്തിയിലൂടെ ജീവിത മുന്നേറ്റം കൈവരിച്ച ഒരു ജനതയ്ക്ക് ഇപ്പോൾ എന്തുപറ്റി? തകർച്ചയുടെ പടുകുഴിയിലേക്ക് റാന്നിയുടെ കാർഷിക രംഗം കൂപ്പുകുത്തിയോ? ഇതിൽ നിന്നും കരകയറാൻ എന്താണ് മാർഗം? ഈ വിഷയങ്ങളിലേക്കാണ് ഇന്ന് റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന പരമ്പര കടന്നു ചെല്ലുന്നത്. 33 വർഷത്തെ അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച് കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞ ഏറെ അനുഭവ സമ്പത്തുള്ള ഒരു കർഷകൻ കൂടിയായ റാന്നി വൈക്കം കൈപ്പുഴ വീട്ടിൽ കെ രാജൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. താലൂക്കായതിനു ശേഷം ഇങ്ങനെ ഒരു പുതിയ പരമ്പരയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ റാന്നി കാർഷിക രംഗത്ത് റാന്നി എത്രമാത്രം വികസിച്ചുവെന്നും അതിനെന്തെല്ലാം നിർദ്ദേശങ്ങൾ ചെയ്യുവാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ പറയാനുണ്ടെന്നും ഉള്ളതിനെക്കുറിച്ചും അറിയാനിടയായിത്തീർന്നു. ഈ അടുത്ത റാന്നി, അങ്ങാടി, പഴവങ്ങാടി എന്ന 3 പഞ്ചായത്തുകളിൽ നെൽകൃഷി എന്ന് പറയുന്ന ഒന്ന് ഞാൻ കാണുന്നില്ല. വാസ്തവത്തിൽ റാന്നിയെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഒരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചാൽ തുറവുള്ള വീടാണോ എന്ന് നോക്കി അല്ലെങ്കിൽ കൃഷിയുള്ള വീടാണോ എന്ന് നോക്കിയാണ്
പെൺകുട്ടി കല്യാണം ആലോചിക്കുന്നത്. ഇന്ന് നേരെ മറിച്ച് ഗൾഫിലാണോ ജോലി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം, അന്വേഷണം. അതുകൊണ്ട് കൃഷിയുമായിട്ട് റാന്നി വളരെ അകലെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവശ്യ സസ്യങ്ങളെക്കുറിച്ചും മത്സ്യ കൃഷിയെക്കുറിച്ചും വളരെ പഠനം നടത്തി, ഔദ്യോഗികമായ നിലയിൽ പഠനം നടത്തി പല കൃഷികളും ചെയ്തു തുടങ്ങി. പലതും പരാജയപ്പെട്ടെങ്കിലും നിരാശനാകാതെ വീണ്ടും അത് ആരംഭിക്കാനും അത് വിജയത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. റാന്നിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഈ നെൽപ്പാടങ്ങളെല്ലാം വെറുതെ കിടക്കണം. അതെല്ലാം ഗവൺമെൻറ് പിടിച്ചെടുത്ത് കൃഷി ചെയ്യാൻ അറിയാവുന്നവർ കൊടുക്കണം എന്നുള്ളതാണ്. ഒന്നിൽ പാട്ടത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ വിലയ്ക്ക് കൊടുക്കണം. എന്നാൽ അത് കൃഷി നടക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃഷിക്കാരുണ്ട്, കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ ഇപ്പം വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായൊരു കാര്യം. ഈ ചെറുപ്പക്കാരിൽ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാന കാര്യം കൃഷി ലാഭകരമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്ന ഒരാളിന്, കൂലിപ്പണിക്ക് പോകുന്ന ഒരാളിന് 1000 രൂപ കൂലി കിട്ടുമെങ്കിൽ കൃഷി ചെയ്യാൻ പോകുന്നവന് 200 രൂപ ആയിരിക്കും കൂലി കിട്ടുന്നത്, അത് ഈ കൃഷിയിൽ നിന്ന് ആദായം കിട്ടുന്നത്. അപ്പോൾ ആരും അതിനെ പുറപ്പെടത്തില്ല. അതുകൊണ്ട് കൃഷിയുടെയൊക്കെ വിൽക്കുന്നവർക്ക് വില കിട്ടത്തില്ല, അതേസമയം അത് കച്ചവടക്കാർക്ക് ഏറ്റവും അമിതമായ വിലയിടാണ്. ഇടത്തട്ടുകാരാണ് അതിനകത്ത് കൂടുതലും ആദായം കിട്ടുന്നത്. ഒരു കൃഷിക്കാരന് ഒരു കൊല്ലം കൊണ്ട് കിട്ടുന്ന ലാഭം ഒരു കച്ചവടക്കാരന് ഒരു ദിവസം കൊണ്ട് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. കച്ചവടത്തിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കുന്നതിന് ചില സൊസൈറ്റികളും ചില പരിപാടികളും നമ്മുടെ ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട്. വെച്ചൂച്ചിറയാണ് അതിൻ്റെ ആസ്ഥാനം. നല്ലൊരു പദ്ധതിയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നീട് വേറെ പല സ്ഥാപനങ്ങളും ഇങ്ങനെ കൃഷിക്കാരെ സഹായിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. കൃഷി നല്ലൊരു തൊഴിലാണ്. കൃഷിയിൽ ഉത്സാഹം ആളുകൾക്ക് കൊടുക്കുന്നതും അതിനെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതും കാട് കൃഷി വിജ്ഞാന കേന്ദ്രം കോളഭാഗം തടിയൂരെന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ജൈവ കൃഷിയെക്കുറിച്ച് പഠിക്കാനിടയായിത്തീർന്നു. ഈ വെർമി കമ്പോസ്റ്റ് മുതലായ ഉണ്ടാക്കി ഞാൻ ഉപയോഗിക്കുന്ന, എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നതെല്ലാം ഈ വെർമി വാഷും വെർമി കമ്പോസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. ചാരം, ചാണകം മുതലായ ഉപയോഗിക്കുന്നതോട് കൂടെ തന്നെ ഇതല്ലാതെ ജൈവ കൃഷി അല്ലാതെ ഒരു രാസവളവും എൻ്റെ പറമ്പിൽ ഞാൻ കയറ്റാറില്ല. രാസവളത്തോട് എനിക്ക് താല്പര്യമില്ല. ജൈവകൃഷിയാണ് രോഗങ്ങൾക്കെല്ലാം, രാസവളവും രാസകീടനാശിനിയുമാണ് രോഗങ്ങളുടെ 80% കാരണം. റാന്നിയിൽ ആശുപത്രി 4 നില എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റാന്നിക്കാരുടെ ആരോഗ്യം കൂടിയോ കുറഞ്ഞോ? തീർച്ചയായിട്ടും റാന്നിക്കാരുടെ ആരോഗ്യം കുറഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. തുടർന്ന് രാജു എബ്രഹാം MLA പ്രതികരണവും. കാർഷിക രംഗത്ത് VFCK നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെച്ചൂച്ചിറ വിപണി. നമുക്ക് നാടൻ പച്ചക്കറികൾ ലഭിക്കാൻ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലേക്ക് വെച്ചൂച്ചിറ വിപണിയെ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അഗ്രോ ക്ലിനിക്ക് നമുക്ക് റാന്നിക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറികൾ, ആധുനിക മെഷീനറികൾ കൃഷിക്കാർക്ക് ചെറിയ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് അഗ്രോ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വെച്ചൂച്ചിറ പഞ്ചായത്താണ് അത് മുന്നോട്ട് വന്നത്. അത് നമുക്ക് വെച്ചൂച്ചിറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെഷീനറി ഗവൺമെൻറ്റാണ് സപ്ലൈ ചെയ്യേണ്ടത്. പർച്ചേസിങ്ങിലെ സാങ്കേതിക പ്രശ്നം കാരണം ആ പർച്ചേസിങ് ഇവിടെ നടന്നിട്ടില്ല. എല്ലാ വീട്ടിലും പച്ചക്കറി എന്നൊരു വലിയ മുദ്രാവാക്യം നമ്മൾ നടപ്പാക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിലവിൽ സ്കൂളുകളിലെ പച്ചക്കറി കൃഷിയുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമായി എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി ഇപ്പോൾ നമുക്ക് ഈ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ വിത്തുകൾ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഒരു വാർഡിൽ 200 വീട് എന്ന നിലയിൽ വിത്തുകൾ വിതരണം ചെയ്തു. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരു പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത എത്തണം. ഇതിന് എല്ലാ വീട്ടുകാരുടെയും സഹകരണമാണ് പൂർണ്ണമായിട്ടും വേണ്ടത്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി വിഷം നിറഞ്ഞ പച്ചക്കറികളാണ്. ഇപ്പോൾ എൻഡോസൾഫാൻ പോലെയുള്ള കീടനാശിനികൾ വിത്ത് പാകുമ്പോൾ അതിനോടൊപ്പം ഇടുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കീടനാശിനികളാണ് ഭൂമിയിൽ നിക്ഷേപിക്കുന്നത്. ആ
കീടനാശിനി വലിച്ചെടുത്ത ഫലങ്ങളാണ്. അത് വെണ്ടയാണെങ്കിലും ചീരയാണെങ്കിലും പയറാണെങ്കിലും കത്രിക്കയാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഈ വിഷമാണ്. അപ്പോൾ കൂടുതൽ രോഗികളെ ക്യാൻസർ രോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുത്തുന്ന മുന്നറിയിപ്പ് നമ്മുടെ നാട്ടുകാർ ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. സ്വന്തം വീട്ടിൽ ഒരു 2-3 സെൻറ്റ് സ്ഥലത്തെങ്കിലും പച്ചക്കറി കൃഷി നടത്തി അടുക്കളയിലെ മാലിന്യങ്ങളെങ്കിലും അവിടെ നിക്ഷേപിച്ച് അതിന് അല്പം വെള്ളം നനച്ചാൽ വരൾച്ച കാലത്ത് ഒഴികെയുള്ള സമയങ്ങളിൽ മുഴുവൻ ഒരു വീടിനാവശ്യമായിട്ടുള്ള പച്ചക്കറി നമുക്ക് സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇത്തവണത്തെ ഈ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന വിത്തുകളുണ്ട്. നമുക്ക് വിത്തുകൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. അവിടുന്നൊക്കെ ഈ വിത്തുകൾ വാങ്ങി ഒരു വീടിനാവശ്യമായിട്ടുള്ള പച്ചക്കറി, ഇനി സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ടെറസ് ഉണ്ടെങ്കിൽ ആ ടെറസിൽ കൃഷി നടത്താം. അതിനുള്ള പോളി ബാഗുകൾ ഈ വർഷം നമ്മളിപ്പോൾ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ആ പോളി ബാഗുകൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത് ആ നിലയിൽ ടെറസ് മാത്രമുള്ളവർക്ക് ആ നിലയിൽ തന്നെ കൃഷി നടത്താൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ കൃഷിക്ക് അവർക്ക് ധാരാളം പൈസ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി സഹകരിച്ച് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തന്നെ ഒരു പച്ചക്കറി ഓണത്തിന് പച്ചക്കറി എന്നൊരു പദ്ധതി തന്നെ നടപ്പാക്കി. ഞാനും അതിൽ പങ്കെടുത്തിരുന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അത്തരം ഒരു നടപടി മാതൃകാപരമാണ്, നല്ല നടപടിയാണ്. അപ്പം അത്തരം നടപടികളിലൂടെ അതിന് ജനപ്രതിനിധികൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ നാട്ടിൽ ഓരോ ഭവനങ്ങളും സ്വന്തം കൃഷിഭൂമി, സ്വന്തം പച്ചക്കറിത്തോട്ടം, 1 സെൻറ്റ് ആവട്ടെ, 2 സെൻറ്റ് ആവട്ടെ, അല്ലെങ്കിൽ 3 സെൻറ്റ് ആവട്ടെ, സ്വന്തമായൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നമുക്ക് നീക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി റബ്ബറാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വരുമാനവും റബ്ബർ തന്നെയാണ്. ആ റബ്ബർ കൃഷിക്കൊപ്പം തന്നെ മറ്റ് കാർഷിക വിളകൾ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നാളെ മറ്റൊരു വിഷയവുമായി റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര തുടരുന്നു. സിറ്റി ന്യൂസ് റാന്നി. MCYM റാന്നി മേഖലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദം യുവജനങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ലക്ഷദ്വീപ് മദ്രസ പ്രിൻസിപ്പൽ നജീം ബാഖവി മൗലവി, കോഴിക്കോട് ഹിന്ദുമത പ്രവർത്തകൻ R. അശ്വിൻ, ഇളകൊള്ളൂർ KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി റെനി രാജൻ തേവർത്തോട്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. അതിവർഷം കർഷകരെ തീരാ ദുഃഖത്തിലാഴ്ത്തി. തോട്ടവിളകളും നാണ്യവിളകളും പച്ചക്കറി കൃഷിയും അടക്കമുള്ള കൃഷിയെ തോരാമഴ ബാധിച്ചു. ഏത്തവാഴകൾ അധികവും വെള്ളം കയറി നശിച്ചു. കൃഷിനാശം സംഭവിച്ചവർക്ക് ധനസഹായം ലഭിക്കുവാൻ നടപടികളൊന്നുമായില്ല. തോരാമഴ താലൂക്കിലെ കർഷകരെ ദുരിതത്തിലാക്കി. റാന്നിയുടെ തീരപ്രദേശത്തുള്ള കർഷകരാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. അടുത്തടുത്തുണ്ടായ വെള്ളപ്പൊക്കം ഈ പ്രദേശങ്ങളിലെ കൃഷികളെ പാടെ നശിപ്പിച്ചു. കുലയ്ക്കാറായതും കുലച്ചതുമായ 100 കണക്കിന് ഏത്തവാഴകളാണ് വെള്ളം കയറിയതിനെ തുടർന്ന് നശിച്ചത്. ഓണ സീസണിൽ വെട്ടാൻ പരുവത്തിലായിരുന്ന കുലകൾ പലയിടത്തും കാറ്റിൽ ഒടിഞ്ഞു വീണു. ഓണസമയത്താണ് ഏത്തക്കുലകൾക്ക് ഉയർന്ന വില ലഭിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയവർക്ക് ആദ്യം കടുത്ത ഉണക്കിനെ നേരിടേണ്ടി വന്നു. ആ സമയങ്ങളിൽ വെള്ളം കോരി നനച്ച വാഴകൾ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പലതും മുരടിച്ചുപോയി. ശേഷിച്ചവയാകട്ടെ കുലവെട്ടാൻ ഭാഗം എത്തുന്നതിന് മുന്നേ കാലവർഷക്കെടുതിയിൽ നശിക്കുകയും ചെയ്തു. ഇതേ അവസ്ഥ തന്നെയാണ് പാടങ്ങളിൽ കൃഷി ചെയ്ത ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ തുടങ്ങിയവയ്ക്കും സംഭവിച്ചത്. കൃഷിനാശമുണ്ടായവർക്ക് ധനസഹായം നൽകുന്ന പ്രഖ്യാപനം വന്നതല്ലാതെ അതിനുള്ള പ്രാഥമിക നടപടികൾ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഇട്ടിയപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കടയുടമകൾക്കും വാഹന ഡ്രൈവർമാരെയുമാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നത്.
ഇട്ടിയപ്പാറയിൽ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടയിലേക്ക് കയറുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ ഈ ഫ്ലക്സ് വച്ചിരിക്കുന്നത് മൂലം പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. കോളേജ് റോഡിൽ നിന്നും എത്തി ചെത്തോങ്കര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ എല്ലാ സംഘടനകളും ഒരുപോലെ തന്നെയാണ്. സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. സംഘടനാ ബലം ആരുടെ മുകളിലും കുതിര കയറാനുള്ള ലൈസൻസായി കാണുന്നവർക്ക് ഈ നിസ്സംഗത ഒരു വളമായി മാറുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. കോഴഞ്ചേരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമത്തോടനുബന്ധിച്ച് 12-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് കോഴഞ്ചേരി സെന്റ് തോമസ് മർത്തോമ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് 83-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പോലീത്തയെയും മെത്രാഭിഷിക്തനായിട്ട് 60 വർഷം പിന്നിടുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയെയും ആദരിക്കുന്നു. റൈറ്റ് റവറന്റ് ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പോലീത്ത, മോസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് അത്തനാസിയോസ് മെത്രാപ്പോലീത്ത, മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, അടൂർ പ്രകാശ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, K ശിവദാസൻ നായർ MLA, തോമസ് ചാണ്ടി MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ആറന്മുള വഴിപാട് വള്ളസദ്യ, തിരുവോണത്തോണി അകമ്പടി, ഉത്രട്ടാതി ജലമേള എന്നിവയിൽ പങ്കെടുക്കുന്നതിനായി റാന്നി പള്ളിയോടം 11-ാം തീയതി രാവിലെ 8:30-ക്കും 11:30-ക്കും മധ്യേ നീറ്റിലിറക്കുമെന്ന് റാന്നി പള്ളിയോട സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ റാന്നി NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് രാമായണ സന്ദേശ സമ്മേളനം നടത്തപ്പെടുന്നു. രാവിലെ 8 മണി മുതൽ രാമായണ പാരായണം, 10 മണി മുതൽ കുട്ടികളുടെ സമ്മേളനം എന്നീ പരിപാടികൾ പരിഷത്ത് ജനറൽ സെക്രട്ടറി PA ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ രാമായണ പാരായണ മത്സരം, രാമായണ പ്രശ്നോത്തരി മത്സരങ്ങൾ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന രാമായണ സന്ദേശ സമ്മേളനം സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MK രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ KR സുകുമാരൻ നായർ ആശംസാ പ്രസംഗം നടത്തും. പരിഷത്ത് ട്രഷറർ TC കുട്ടപ്പൻ നായർ സമ്മാനദാനം നിർവഹിക്കും. നിര്യാതനായി. റാന്നി പുല്ലൂപ്രം ഇളമ്പുരയിടത്തിൽ VG ബേബി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 3 മണിക്ക് അഭിവന്ദ്യ തിരുമേനിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. വെണ്ണിക്കുളം തോടത്തിൽ കുടുംബാംഗം ജൈനമ്മയാണ് ഭാര്യ. ബിജി, ജിജി, ജിഷ എന്നിവർ മക്കളും, സാബു കോണിക്ക, സൈമൺ, ഷിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സമചിത്തത നഷ്ടപ്പെട്ടുവെന്ന് പിണറായി വിജയൻ. ഉപരോധ സമരത്തെ നേരിടാൻ പട്ടാളത്തെ കൊണ്ടുവരുന്നത് സർക്കാരിന് നാണക്കേടെന്ന് PC ജോർജ്. സഹകരണ മേഖലയെ തകർക്കുവാനായി ബക്ഷി കമ്മീഷൻ റിപ്പോർട്ട്. നബാർഡിന്റെ നിർദ്ദേശത്തിന് പിന്നിൽ കോർപ്പറേറ്റുകൾ. റാന്നിയുടെ കാർഷിക മേഖലയെപ്പറ്റി വിശകലനം ചെയ്യുന്നു റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന വാർത്താ പരമ്പര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.